സിബി അപ്പോഴും ഇതിനിടയിൽ ചർച്ച ചെയ്യേണ്ട ഒരുപക്ഷെ കോൺഗ്രസിനും കൂടുതൽ തലവേദനയാകാൻ പോകുന്ന ഒരു വിഷയമാണ് ഈ പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്ന അഭ്യൂഹങ്ങൾ. ഇന്ന് തന്നെ BJP അംഗത്വം സ്വീകരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്ന ഫേസ്ബുക്ക് കുറിപ്പ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പിൻവലിച്ച സാഹചര്യമുണ്ട്. പത്മജയും ഇപ്പോൾ ദില്ലിയിൽ തുടരുകയാണല്ലേ? തീർച്ചയായും കാവ്യ, അതും മറ്റൊരു കൗതുകരമായ കാര്യമാണ്. അവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉള്ളപ്പോൾ പത്മജ വേണുഗോപാലും ദില്ലിയിലുണ്ട്. പക്ഷേ പത്മജ വേണുഗോപാൽ ദില്ലിയിൽ എത്തിയിരിക്കുന്നത് അത് BJP-യിലേക്ക് ചേക്കാറാൻ വേണ്ടി തന്നെയാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഏതാണ്ട് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്മജയോട് അടുത്തുള്ള വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പത്മജ വേണുഗോപാൽ BJP-യുടെ ദേശീയ നേതൃത്വവുമായി സംസാരിച്ചു. പിന്നീട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി BJP-യുടെ ദില്ലിയിലെ ആസ്ഥാനത്ത് നേരിട്ടെത്തി യുദ്ധത്തിൽ ഈ ഒരു BJP-യുടെ അംഗത്വം സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പത്മജ BJP-യിലേക്ക് എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് പത്മജ ഇന്നലെ അത് നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. അതുമാത്രമല്ല ഫേസ്ബുക്കിൽ തൻ്റെ ബയോ തന്നെ ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഇന്നിപ്പോൾ രാവിലെ മാറ്റിയിരിക്കുകയാണ്. ഇനി ഒരു അതായത് ഫേസ്ബുക്കിലെ കോൺഗ്രസ് എന്നുള്ള രീതിയിലുള്ള ബയോ മാറ്റി പിന്നീട് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്ന് തൻ്റെ ബയോ മാറ്റിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. എന്തായാലും ഈ BJP-യിലേക്ക് ചേർക്കുന്നുവെന്ന ശക്തമായ സൂചന തന്നെ നൽകുന്നു. പത്മജ വേണുഗോപാലിനെ ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ലഭ്യമാകുന്നില്ല. പത്മജ എവിടെയാണ് ദില്ലിയിൽ താമസിക്കുന്നതെന്നും കൃത്യമായി മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കേരള ഹൗസിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കേരള ഹൗസിൽ പത്മജ ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരണമുണ്ട്. നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളുടെ സ്ഥിരീകരണം എന്താണ്? ഇതിൽ കാവ്യ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിന് സീറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പത്മജയ്ക്ക് സാധ്യതയുള്ളത് ചാലക്കുടി മണ്ഡലമായിരുന്നു. ചാലക്കുടി BDJS-നാണ് NDA നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല ഇനി രാജ്യസഭാ സീറ്റോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവർണർ സ്ഥാനമടക്കമുള്ള സീറ്റുകളിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളായിരിക്കാം BJP ഒരുപക്ഷെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു എന്താണ് ഈ പത്മജ BJP-ക്ക് എത്തുമ്പോൾ പത്മജയ്ക്ക് നൽകുന്ന സ്ഥാനം എന്താണെന്ന കാര്യത്തിലല്ല എന്നതിൻ്റെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളാണ് ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ എന്തായാലും JP നദ്ദയുമായി പത്മജ സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ച് വളരെ വലിയൊരു പ്രഹരം തന്നെയായിരിക്കും. ഈ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ K കരുണാകരൻ്റെ മകൾ, കോൺഗ്രസിൻ്റെ ലീഡറായിരുന്ന K കരുണാകരൻ്റെ മകൾ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ്റെ മകൾ ഇത്തരത്തിൽ ഈ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേർക്കുന്നത് സ്വാഭാവികമായും വളരെ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ കുറേ നാളുകളായി പത്മജ വേണുഗോപാൽ നേതൃത്വവുമായി അകന്നു കഴിയുകയായിരുന്നു. 2004-ൽ മുകുന്ദപുരത്തു നിന്നും MP ആയി അല്ലെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 2021-ൽ തൃശ്ശൂരിൽ നിയമസഭയിൽ നിന്ന് മത്സരിച്ചെങ്കിലും അവിടെ തന്നെ തോൽപ്പിച്ചത് പാർട്ടി തന്നെയാണെന്ന് പത്മജ വേണുഗോപാൽ ആരോപിച്ചിരുന്നു. തന്നെ സ്വന്തം പാർട്ടിക്കാർ തന്നെ കാലുവാരിയെന്ന് ആരോപിക്കുക മാത്രമല്ല അത് പരാതിയായി KPCC നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിലൊന്നും തന്നെയും ഒരു നടപടി സ്വീകരിക്കാനോ ഒരു അന്വേഷണം നടത്താനോ KPCC നേതൃത്വം തയ്യാറായില്ല. ഇതിലെല്ലാം തന്നെയും വളരെ വലിയ അമർഷവും അതൃപ്തിയും പത്മജയ്ക്കുണ്ടായിരുന്നു. പത്മജ പലതവണ അത് പരാതിയായി വിവിധ ഘടകങ്ങളിൽ ഉന്നയിച്ചെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാരും തന്നെയും അതിനോട് ഒരു അനുഭാവപൂർണ്ണമായ ഒരു സമീപനം സ്വീകരിച്ചില്ല. അത് തന്നെ വളരെ വലിയൊരു നേതൃത്വമായി അകന്നു കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാലും ഇപ്പോൾ KPCC-യുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ് പത്മജ. ഈ പത്മജ BJP-യിലേക്ക് ചേക്കേറുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ദേശീയ തലത്തിൽ നോക്കിയാൽ വിവിധ സംസ്ഥാനങ്ങളിൽ PCC BJP-യിലേക്ക് കൂടുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ ആ ഒരു സാഹചര്യം ഉണ്ടായതിൽ പ്രത്യേകിച്ച് AK ആൻ്റണിയുടെ മകൻ, മറ്റൊരു കോൺഗ്രസ് നേതാവായ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJP-യിലേക്ക് ചേക്കേറിയ മാത്രമല്ല ഇപ്പോൾ പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസിനെ കേരളത്തിൽ വളർച്ചയ്ക്ക് കാരണമായ 2 നേതാക്കന്മാർ, രണ്ടാമത്തെ K കരുണാകരൻ പോലും ഇപ്പോൾ K കരുണാകരൻ്റെ മകളും ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിലെ കോൺഗ്രസിന് അതിൽ ഒരു രീതിക്കും പറഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും വളരെ വലിയ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. പത്മജ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി BJP-യുടെ ദേശീയ ആസ്ഥാനത്തെത്തി അവിടെ BJP അംഗത്വം JP നദ്ദയിൽ നിന്നും സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ സ്ഥിരീകരിക്കുന്ന വിവരം. കാവ്യ.